അമ്മാവാ എന്തോ എന്താണ് എഴുതിക്കോട്ടെ, കണക്ക് എഴുതിക്കോട്ടെ, പറ. അതൊക്കെ പോട്ടെ. ഇവിടെ വന്ന ആ ലേഡി ആരാ? അതാ പെങ്കിമോളുടെ ആൻറ്റി. പിങ്കി മോളുടെ ആൻറ്റിയോ? എനിക്ക് തോന്നുന്നില്ല. അതെന്ത് മോളെ അങ്ങനെ? എൻ്റെ അമ്മാവാ, അവരാരെയോ ഫോൺ വിളിച്ചിട്ടെ വർക്ക് കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണ്ടായിരുന്നു. ഇതാണ് കാര്യം. അവരെ ഏതെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യണുണ്ടായിരിക്കും, അവിടെ വിളിച്ച് പറഞ്ഞതായിരിക്കും വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന്. അല്ല അമ്മാവാ, എടി അത് പിങ്കിനെ ആൻറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഇറക്കി വിടണോ? അങ്ങനെയാണെങ്കിലേ അമ്മാവനും പിങ്കി മോളും കൂടി ചേർന്ന് എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ അങ്ങ് സോൾവ് ചെയ്തേ. കേട്ടാ കേട്ടാ? എന്തോന്ന് പറഞ്ഞു, എന്തിനു മോളെ എന്നെ ഇങ്ങനെ പേടിപ്പിക്കണേ? മോളൊരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടുപേരും കൂടെ അവിടെ പോയിട്ട് അവരുടെ അടുത്ത് വിശദമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് വരാം. രണ്ടുപേരും ഇല്ല, അമ്മാവൻ തന്നെ അങ്ങ് പോയാൽ മതി. കാരണം പിങ്കി ഞാനും അത്യാവശ്യം ഇടിയായി. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവൾ ഇടിയാവും. ഞാൻ എന്തിനാ വെറുതെ വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളിലേറ്റുന്നത്? സോ എന്നെ വിട്ടേക്ക്. മനസ്സിലായി? അങ്ങനെ അങ്ങനെ തന്നെ. അല്ലെങ്കിലും അങ്ങനെ തന്നെ. ഒരാവശ്യം വരും, എനിക്കൊരാവശ്യം വരുമ്പോഴും നിങ്ങൾ ആരും കാണില്ല, ഞാൻ ഒറ്റയ്ക്ക് കാണുള്ളൂ. ഞാൻ പോയിക്കോളാം, എനിക്ക് പോണമല്ലോ, പോയി സംസാരിച്ചാലേ പറ്റുള്ളൂ. ഉറപ്പായിട്ട് പോകണം. പോകണം. ഓ എന്താ മോളെ, മോള് വിളിച്ചാ? ഞാൻ വിളിച്ചില്ല. ഇല്ല, മോളോട് വരാന്ന് പറഞ്ഞതുപോലെ തോന്നി. അത് തോന്നലാണ്, ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. തന്നെ അങ്ങ് പോയച്ചാ മതി കേട്ടാ. ഇത്തവണ മോളില്ല. പോയിക്കോ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോവും. പോണം. എനിക്കാരെയും പേടിയൊന്നുമില്ല. പേടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞ കറങ്ങി നിക്കണോ ഒക്കെ നാണോ ഇല്ലാണ്ട്. ഞാൻ കാണിച്ചു തരാം. കാണിച്ചതാ. അതെ, ഇതെന്തോന്ന് വേഷം? നേരത്തെ വന്നപ്പോൾ കുടുംബിനായിട്ട് സാരിയെ കൊടുത്തോണ്ട് വന്നതല്ലേ? ഇതിപ്പോ എന്തോന്ന് ആമ്പിള്ളേരെ ഷർട്ടൊക്കെ ഇട്ടോണ്ടിരിക്കുന്നത്? ഞാൻ സാരി മാത്രമല്ല, എല്ലാ ഡ്രസ്സും ഇടും. കൂടുതലും മോഡേൺ ഡ്രസ്സാണ് ഇടുന്നത്. ഈ ഡ്രസ്സിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അയ്യോ, അതൊക്കെ എന്തിനാ എൻ്റെ അടുത്ത് ചോദിക്കണേ? ചുമ്മാ പറയുന്നേ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും. നിങ്ങളെന്തിനാ ഈ പാട്ടൊക്കെ പാടുന്നത്? എനിക്ക് ഇയാളെ കണ്ടപ്പോൾ ഈ പാട്ട് പാടാനാണ് തോന്നിയത്. അയ്യേ ആൻറ്റി, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഉദ്ദേശിച്ച കണക്കുള്ള പയ്യനല്ല ഞാൻ. ദേ ജയ, ഞാൻ വന്നപ്പോഴേ പറഞ്ഞു എന്നെ ആൻറ്റി എന്ന് വിളിക്കരുതെന്ന്. എന്നാ മാഡം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു പയ്യനല്ല ഞാൻ. എനിക്ക് കല്യാണം കഴിഞ്ഞു, എൻ്റെ ഭാര്യയുടെ പേര് രുക്കു എന്നാണ്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയണം? എൻ്റെ മുഖത്ത് നോക്കി പാട്ട് പാടിയോണ്ട്. ശരി, ഇനി ഞാൻ പാട്ട് പാടുന്നില്ല. ശരി, ജയൻ എന്തിനാ വന്നേ? എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അവിടെ നിന്ന് ഉത്തരം പറഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ട. ചോദ്യം നമ്പർ 1, നിങ്ങൾ പിങ്കിമോളുടെ ആൻറ്റി തന്നെയാണോ? അതെ. ചോദ്യം നമ്പർ 2, നിങ്ങൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പിങ്കി മോളെ കാണാൻ. നിങ്ങൾ ഇങ്ങനെ ഉത്തരം പറയണം, നേരെ സംസാരിക്കാറിനൂടെ. ഞാൻ ഈ ഡ്രസ് ഇട്ടാൽ ഇങ്ങനെയാ. എന്നാ പിന്നെ ഈ ഡ്രസ് ഇടായിരുന്നാ പോരെ? ഞാൻ പോണോ? ഇത് ശരിയാവൂല. അയ്യോ പോവല്ലേ.